എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ എൻ്റെ ചാനൽ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റ് ചെയ്യാനാണ്. കമൻറ്റ് ചെയ്യൂ ഗൈസ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കൂടുതലായിട്ട് ഒരു ഇൻസ്പിറേഷൻ കിട്ടുള്ളൂ അടുത്തടുത്ത വീഡിയോ ചെയ്യണമെന്ന്. നമ്മൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിയാണെങ്കിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ അറിയാമെന്നുള്ള കുറേ ടീംസുകളുണ്ട്. ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ നിൽക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ഈവൻറ്റിൽ കണ്ടുമുട്ടുമ്പോൾ നീ വല്ലാണ്ട് കറുത്തിരിക്കുന്നല്ലോ, നീ ഭയങ്കര മെലിഞ്ഞിരിക്കുന്നല്ലോ, നീ ഭയങ്കര പഠിച്ചിരിക്കുന്നല്ലോ, നിന്റെ മുടിയെല്ലാം എന്താ കൊഴിഞ്ഞു പോയത്, നിന്റെ മുടിയൊന്നും ഇല്ലേ, നിനക്കൊന്നും തിന്നാൻ തരുന്നില്ലേ, നിന്നെ ആരും നോക്കാറില്ലേ, നിന്റെ ഫേസൊക്കെ എന്താ ഭയങ്കര വിഷമം, നിനക്ക് ഭയങ്കര ദുഃഖമാണോ, ഇങ്ങനെ കുറേ ഇങ്ങനെ പറയും. ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ നിങ്ങളിങ്ങനെ പറയുമ്പോഴേ ഒരാളെ എങ്ങനെയാണ് ഇഷ്ടമോ, നിങ്ങളൊരാളെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളൊന്നും കഴിക്കുന്നില്ല, നമുക്കൊന്നും തിന്നാൻ തരുന്നില്ല, നമ്മളെ മോഹം എന്താ ഇങ്ങനെ കറുത്തു പോയത്, മെലിഞ്ഞു പോയത്, അങ്ങനെ കുറേ ടോക്സാണ്. ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ സംസാരിച്ചിട്ട് പോകുമ്പോൾ ഇൻസെക്യൂരിറ്റീസ് എന്ന് പറയുന്ന സംഭവം കാരണം ഒരുപാട് ആൾക്കാരാണ് ഇന്നും വിഷമിച്ചിരിക്കുന്നത്. പറയണവരിങ്ങനെ പറഞ്ഞിട്ട് പോകും. പക്ഷേ ഈ ഇൻസെക്യൂരിറ്റീസ് എന്ന് പറയുന്ന സംഭവം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഈ കുറേ ആൾക്കാർ ഇങ്ങനെ വിഷമം അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തറിയാം, അവരുടെ വീട്ടിൽ അവർക്ക് കഴിക്കാൻ കിട്ടുന്നില്ലെന്നോ, ഇല്ലെങ്കിൽ അവരെ ഹസ്ബൻഡ് ഇല്ലെങ്കിൽ അവരെ വീട്ടുകാരെ നോക്കുന്നില്ലെന്നോ, ഇല്ലെങ്കിൽ അവർ കുറേ വിഷമം അനുഭവിക്കുന്നുണ്ടെന്നോ, എങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം നോക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാവുന്ന ഇഷ്ടമോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അത് നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും നിങ്ങളുടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ നിങ്ങളെ തന്നെ സ്വയമായിട്ടൊന്ന് നോക്ക്, എല്ലാം ഓക്കെ ആണോ എന്നല്ലേ മറ്റുള്ളവർ ഇങ്ങനെ ഓരോന്ന് പറയാൻ വേണ്ടി നിൽക്കുക. ഇങ്ങനെ കുറ്റവും കുറവും പറഞ്ഞ് നടക്കാൻ വേണ്ടി കുറേ ടീമുകളെ ഇങ്ങനെ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയും കുറേ ജന്മങ്ങളുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഞങ്ങൾക്ക് കണ്ണാടി ഉണ്ട് വീട്ടിൽ, അവനവൻ്റെ വീട്ടിൽ കണ്ണാടി ഉണ്ട്. ഈ പറയണ കണ്ണാടിയിൽ നോക്കിയിട്ട് എന്താണ് കുറവ്, എന്താണ് കൂടുതൽ, കറുത്താണോ മെലിഞ്ഞാണോ, ഇതൊക്കെ നോക്കി അവനവൻ്റെ കുറവുകൾ നികത്താൻ അവനവനറിയാം. നിങ്ങൾ പറഞ്ഞു തരണമെന്നില്ല. നിങ്ങൾക്ക് കുറവുകളുണ്ടോ അത് നിങ്ങളത് നികത്തിയിട്ട് വേണം മറ്റുള്ളവരെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. ഈ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സമയം വരെ നല്ല മെലിഞ്ഞിട്ടായിരുന്നു ഇരുന്ന സമയം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ഇരുന്നത്. അന്ന് മുതൽ ഞാൻ കേൾക്കണ കാര്യങ്ങളാണ്, ഒന്നും ശരീരത്തിൽ പിടിക്കുന്നില്ല. എനിക്കത് കേൾക്കുമ്പോൾ വരണ ആ ഒരു കരിയുണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരിക്കലും നിങ്ങൾ ആരുടെ മുഖത്തേക്ക് ഇങ്ങനെ പറയാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ നല്ലത്. ഇന്നത്തെ ജന്മങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ കുറവ് നിർത്താൻ അവനവനറിയാം. നിങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കുറേ വൈറ്റനിങ് ക്രീം വാങ്ങിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ അവർ ക്യാഷായിട്ട് ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യില്ലല്ലോ. നിങ്ങളൊരാൾക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങളല്ലല്ലോ നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ നന്മ ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു കാരണങ്ങളൊന്നല്ലല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ഒരാളെ കാണുമ്പോൾ ഇങ്ങനെ കുത്തി സുഹിക്കുക, അത് തന്നെ ഇങ്ങനെ 2-3 വർത്തമാനം പറഞ്ഞ് അവരുടെ മുഖം ഒന്ന് കറുപ്പിച്ച് കിട്ടുമ്പോൾ നിങ്ങളുടെ ഉള്ളൊന്ന് തുടിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളൊന്ന് എന്താ ആശ്വാസം. ഇതാണ് നിങ്ങൾ ഈ പറയുന്ന ഈ ആൾക്കാർ അനുഭവിക്കുന്നത്. ഈ ഒരു ഫീലൊന്നും അത്ര നല്ലതല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഇവിടെ വന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളെ കമൻറ്റ് ബോക്സ് അങ്ങനെ നിറയട്ടെ ഗായ്സ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്. ബൈ ബൈ.